എൻ്റെ പേര് അഞ്ജലി, വയസ്സ് 25. എറണാകുളത്തൊരു ഓഫീസ് അഡ്മിനിസ്ട്രേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയാണ് സൗമ്യ. അവളിപ്പോൾ കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയായിട്ട് ജീവിക്കുന്നു. ഭർത്താവ് ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാനിവിടെ പറയുന്നത് എൻ്റെ സ്വന്തം ജീവിതത്തിൽ നടന്ന, എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചൊരു സംഭവത്തെ പറ്റിയാണ്. ഇണപിരിയാത്ത കൂട്ടുകാരായി ഞാനും സൗമ്യയും ഇപ്പോഴും കഴിയുന്നു. ഓരോ ദിവസവും 2 നേരമെങ്കിലും അവളുടെ ശബ്ദം കേൾക്കാതെ ജീവിക്കാൻ കഴിയില്ല എന്നൊരവസ്ഥയാണ്. അവൾക്കും അങ്ങനെ തന്നെ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ പറയാൻ വരുന്നത് എന്താണ് എന്ന്? യെസ്, അവൾ എൻ്റെ പ്രിയപ്പെട്ട ജീവിത സഖിയാണ്. എൻ്റെ സ്വപ്നങ്ങൾക്ക് നിറം നൽകിയ എൻ്റെ സ്വന്തം കാമുകി. ഒരിക്കലും ഞാനൊരു ലെസ്ബിയനായിട്ട് ജീവിക്കണം എന്നൊരു തീരുമാനമുണ്ടായിരുന്നില്ല. എനിക്ക് സെക്സ് എന്നൊരു വിഭാഗം ഒട്ടും അലട്ടിയിരുന്നില്ല. കാരണം ഞാൻ ജീവിച്ചിരുന്നത് വളരെ അടക്കും ചിട്ടയുമുള്ള ഒരു വീട്ടിലായിരുന്നു. വീട്ടിലെ ജീവിതം ശരിക്കും എന്നെ ജീവിക്കണം എന്നൊരു മോഹം എന്നിൽ നിന്നും അടർത്തി മാറ്റിയിരുന്നു. ആകെ ഉണ്ടായിരുന്ന ഒരു ആത്മാർത്ഥ സൗഹൃദം വീടിനടുത്തുള്ള സൗമ്യ മാത്രമായിരുന്നു. ബാക്കി എല്ലാ ബന്ധങ്ങളും എൻ്റെ അടുത്തുനിന്നും കിട്ടുന്ന ചിലവുകൾ, കാശ് എന്നിവയ്ക്ക് മാത്രമായിരുന്നു. ഒരിക്കലും ഒരു ആൺകുട്ടിയോട് ഞാൻ അടുത്ത സൗഹൃദം തുടർന്നിട്ടില്ല. കുറച്ചു പ്രണയാഭ്യർത്ഥനകൾ കിട്ടിയിട്ടുണ്ട് എങ്കിലും മനസ്സ് മുഴുവൻ പേടിയായിരുന്നു. വീട്ടിലറിഞ്ഞാൽ, ആരെങ്കിലും കണ്ടാൽ എന്നെ എങ്ങനെ ചിത്രീകരിക്കും എന്നൊരു ഭയം. വീട്ടിലെ അച്ഛൻ്റെ കർക്കശമായ തീരുമാനങ്ങളും അമ്മയുടെ സ്നേഹം ഒട്ടുമില്ല തോന്നുന്ന പെരുമാറ്റങ്ങളും എന്നെ വളരെയധികം മാറ്റിയിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരുനാൾ കോളേജ് നേരത്തെ വിട്ട ദിവസം ഞാൻ നേരെ വീട്ടിലേക്കു ചെന്നപ്പോൾ ഫ്രണ്ട് ഡോർ അടഞ്ഞുകിടക്കുന്നു. അമ്മ പുറത്തേക്ക് പോയതാവുമെന്ന് കരുതി ഞാൻ എൻ്റെ കയ്യിലെ എക്സ്ട്രാ കീയെടുത്ത് ഡോറ് തുറക്കാൻ നോക്കിയിട്ട് തുറക്കാൻ പറ്റുന്നില്ല. ഒരു കാര്യം മനസ്സിലായി, ഡോർ അകത്തുനിന്നും ലോക്ക് ചെയ്തിരിക്കുവാണ്. കുറച്ചുനേരം നിന്ന് വിളിച്ചെങ്കിലും അകത്തുനിന്നും ഒരനക്കവുമില്ല. ഡോർബെൽ അടിക്കാൻ നോക്കിയിട്ട് അതും പറ്റുന്നില്ല. അപ്പോഴാണ് കണ്ടത് അടുത്തുള്ള പോസ്റ്റിൽ പണി നടക്കുന്നത്. അപ്പോൾ മനസ്സിലായി കറണ്ടില്ല എന്ന്. അമ്മ ഉറങ്ങുകയാകുമെന്ന് കരുതി ഞാൻ ബാക്ക് ഡോർ വഴി കയറാൻ കഴിയുമോ എന്ന് നോക്കി. ഞാൻ പുറകിൽ ചെന്നപ്പോൾ അവിടെയും ഡോർ ക്ലോസെയാണ്. വിൻഡോസ് എല്ലാം അടഞ്ഞു കിടക്കുന്നു. ഈ അമ്മ എന്താ ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നേ എന്നായിരുന്നു മനസ്സിൽ. ഞാൻ അപ്പോഴാണ് ഓർത്തത് മുകളിലെ ഡോർ തുറന്നു കിടക്കുകയാണെങ്കിലോ എന്ന്. ഞാൻ ബാൽക്കണി വഴി മുകളിലേക്കു കയറി ചെന്നു. ഭാഗ്യം, ആ ഡോർ വെറുതെ ചാരിയിട്ടിരുന്നുള്ളൂ. ഞാൻ താഴേക്കിറങ്ങി ചെന്നപ്പോഴാണ് അമ്മയുടെ സൗണ്ട് കേട്ടത്. മോളെ, പതിയെ, ധൃതി കാണിക്കാതെ. അമ്മ ഇതരോടാണീ സംസാരിക്കുന്നത്? അതും ഈ ഡോറെല്ലാം അടച്ച്? ഞാൻ അമ്മയുടെ റൂമിൻ്റെ വാതിലിനടുത്തേക്ക് ചെന്നു. അകത്തുനിന്നും അമ്മയുടെ ഞെരുക്കമെല്ലാം കേൾക്കുന്നു. എന്താണ് അമ്മ ചെയ്യുന്നതെന്നറിയാൻ മനസ്സിൽ ആകാംക്ഷ തോന്നി. ഞാൻ ഡോറിൻ്റെ കീഹോൾ വഴി അകത്തേക്ക് നോക്കിയ എൻ്റെ ശരീരം തളർന്നുപോയി ആ കാഴ്ച കണ്ടു. അമ്മ കട്ടിലിൽ സാരി അരവരെ പൊക്കിവെച്ച് കിടക്കുന്നു. ഏതോ ഒരു പെണ്ണ് അമ്മയുടെ കാലിൻ്റെ അവിടെ മുഖം ചേർത്ത് വെച്ചിരിക്കുന്നു. ആരാണെന്ന് അങ്ങനെയൊരു വ്യൂ കണ്ടപ്പോൾ മനസ്സിലായില്ല. പെട്ടെന്ന് ആ പെൺകുട്ടി തല പൊക്കി മുടി ഒതുക്കിയപ്പോൾ ഞാൻ അന്താളിച്ചു. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി സൗമ്യ. അവളെക്കൊണ്ട് അമ്മയുടെ കാലിൻ്റെ താഴെ ചെയ്യിക്കുന്നത് കണ്ടപ്പോൾ കണ്ണിൽ ഇരുട്ട് കയറിയ പോലെയായി. എന്ത് ചെയ്യണമെന്നറിയാതെ തൊണ്ട വരണ്ടു. ഞാൻ തളർന്ന് അവിടെ ഇരുന്നു പോയി. കുറച്ച് നിമിഷം കഴിഞ്ഞു എൻ്റെ മനോനില തിരിച്ചെടുത്തു. വീണ്ടും നോക്കണമെന്ന് മനസ്സിൽ തോന്നി. ഞാൻ വീണ്ടും ഡോറിനു മുന്നിൽ മുട്ടുകുത്തി നിന്നു. വീണ്ടും ഉള്ളിലേക്ക് നോക്കി. അപ്പോൾ അമ്മ സൗമ്യയുടെ ചുരി ഊരി മാറ്റുന്നു. എന്നിട്ട് അവളുടെ ബ്രായുടെ മുകളിൽ കൂടി അമ്മ തിരുമ്മി ഉടച്ചുകൊണ്ടിരിക്കുന്നു. അവളാണെങ്കിൽ അതെല്ലാം കണ്ണടച്ചു നിന്നു. എൻജോയ് ചെയ്യുന്ന പോലെയുള്ള അവസ്ഥയായിരുന്നു. അവളുടെ ബ്രാ അമ്മ ഊരിയതിനു ശേഷം അവളുടെ മുലഞ്ഞെട്ട് അമ്മ കടിച്ചു ചപ്പുന്നുണ്ടായിരുന്നു. സൗമ്യ, രാജി ചേച്ചി പതുക്കെ എന്നും പറഞ്ഞു അമ്മയുടെ തല അവളുടെ മുലയിലേക്ക് അമർത്തി വെക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ കാലിനും ഇടയിൽ ഒലിപ്പ് തുടങ്ങുന്നത് ഞാൻ അറിഞ്ഞു. അമ്മ പതിയെ അവളെ കട്ടിലിലേക്ക് കിടത്തി. എന്നിട്ട് അമ്മ അവളുടെ മുഖത്ത് നാവുകൊണ്ട് നക്കിക്കൊണ്ടിരിക്കുന്നു. രാജി പതിയെ ആഹാ എൻ്റെ അമ്മേ എന്നും പറഞ്ഞു സൗമ്യ പുളയുമായിരുന്നു.
എനിക്കത് കൂടുതൽ കണ്ടു നിൽക്കാൻ എന്തോ കഴിഞ്ഞില്ല. ഞാൻ മുകളിലേക്ക് വേഗം ഓടി എന്റെ റൂമിൽ കയറി വാതിലടച്ചു. ഹൃദയം പടപടാന്ന് ഇടിക്കുവായിരുന്നു. എന്റെ കൈകൾ പതുക്കെ കാലിന്റെ ഇടയിലേക്ക് കൊണ്ടുപോയി ചുരി പാൻറ് ഞാൻ പതിയെ അഴച്ചു. മുൻപൊക്കെ രാത്രി സമയത്ത് ഇങ്ങനെ ഒലിക്കലുണ്ടാവാറുണ്ട്, എങ്കിലും ഞാൻ ഒരിക്കൽ പോലും അവിടെ തൊടുവാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് ഞാൻ എൻ്റെ കൈ എൻ്റെ മോളുടെ അടുത്തേക്ക് പാൻറിൻ്റെ മുകളിൽ കൂടി ഉരച്ചു. അന്നുവരെ തോന്നാത്ത എന്തോ ഒരു അനുഭൂതി എൻ്റെ ശരീരത്തിൽ കൂടി കയറി വരുന്നത് ഞാൻ അറിഞ്ഞു. പതിയെ എൻ്റെ വിരലുകൾ പാൻറ്റി വകഞ്ഞു മാറ്റി ഉള്ളിലേക്ക് നുരച്ചു കയറി. കുറച്ചു നേരമുള്ള കൈപ്രയോഗം ആദ്യമായിട്ട് എനിക്ക് സെക്സിൻ്റെ അനുഭൂതി പകർന്നു തന്നു. ഞാൻ ആകെ തളർന്നു. എത്ര നേരം ഉറങ്ങിയെന്നെനിക്കറിയില്ല. ഞാൻ താഴേക്ക് ഫ്രഷായിട്ട് ചെന്നപ്പോൾ അമ്മ കുളിച്ചു ഡ്രസ്സ് മാറി കിച്ചണിൽ ഭക്ഷണം പാകം ചെയ്യുന്നു. എല്ലാം കഴിഞ്ഞു. സൗമ്യ പോയി എന്നെനിക്ക് മനസ്സിലായി. ഞാൻ ചെന്നു കയറിയപ്പോൾ അമ്മ ചോദിച്ചു, ഹാ, നീയെപ്പോൾ വന്നു? ഞാൻ കുളിക്കാൻ പോയ സമയത്താണോ വന്നത്? ഞാൻ ഡോള് തുറന്നിട്ടിരുന്നു. നീ വന്നാൽ മുട്ടിക്കാത്തിരിക്കണ്ട എന്ന് കരുതി. ഞാൻ മനസ്സിൽ അമ്മ പെരും കള്ളിയെന്ന് ഓർത്തു. ഒന്നും അറിയാത്ത പോലെ ഞാൻ പറഞ്ഞു, ഞാൻ വന്നിട്ട് നോക്കിയപ്പോൾ അമ്മ കുളിക്കുന്ന സൗണ്ട് കേട്ടിരുന്നു, അതുകൊണ്ട് വിളിച്ചില്ല. അമ്മ എന്നും പറഞ്ഞു ഭക്ഷണമുണ്ടാക്കുന്നതിൽ ശ്രദ്ധ കൊടുത്ത് തിരിഞ്ഞു നിന്നു. അന്നത്തെ ദിവസം മുഴുവൻ അമ്മയുടെ കാര്യം ഓർത്തുകൊണ്ടായിരുന്നു. അമ്മ എന്തിന് സൗമ്യയെ ഉപയോഗിച്ചു? അമ്മ എന്തിനു ഒരു സെക്സ് ചെയ്യുന്നു? അച്ഛൻ അമ്മയെ തൃപ്തിപ്പെടുത്തുന്നില്ല. അവർ തമ്മിൽ എന്തെങ്കിലും പ്രോബ്ലം? ഇങ്ങനെ 100 കൂട്ടം ചോദ്യങ്ങൾ മനസ്സിലുണ്ടായിരുന്നു. ഇതിനെല്ലാം ഉത്തരം തരാൻ കഴിയുന്ന ഒരാൾ സൗമ്യയാണ്. ഞാൻ അവളുടെ ഈ കാര്യത്തെക്കുറിച്ച് ചോദിക്കുവാൻ തീരുമാനിച്ചു. പക്ഷെ എങ്ങനെ, എപ്പോൾ എന്നതിന് എൻ്റെ മനസ്സിൽ ഉത്തരമില്ലായിരുന്നു. അങ്ങനെ മനസ്സിൽ ചോദ്യങ്ങളുമായിട്ട് നടന്നിരുന്ന ഒരു ദിവസം ഞങ്ങളുടെ റെസിഡന്റ് അസോസിയേഷൻ വക കൊടൈക്കനാൽ ടൂർ പ്ലാൻ ചെയ്തത്. ആ ദിവസം എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുവാൻ ഞാൻ തീരുമാനിച്ചു. അന്നേ ദിവസം ഞാൻ വളരെ സന്തോഷവതിയായിരുന്നു. എങ്ങനെയെങ്കിലും ഈ രഹസ്യങ്ങൾ ചോദിച്ചറിയാൻ ഞാൻ തീരുമാനിച്ചിരുന്നു. അതിനായി എന്തും ഞാൻ ചെയ്യുന്ന ഒരവസ്ഥയും. ഞങ്ങൾ ഒരുമിച്ചു ബാക്കിൽ നിന്നും ഒരു സീറ്റ് മുന്നിലായിരുന്നു ഇരുന്നത്. ബാക്കിലാണെങ്കിൽ ആളും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. അവൾ നന്നായിട്ട് സംസാരിക്കുന്ന കൂട്ടത്തിലായതുകൊണ്ട് ഞാനൊന്നും അധികം പറയേണ്ട കാര്യമില്ല. വാ തോരാതെ അവൾ ഇങ്ങോട്ടെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും. ഈ സമയമെല്ലാം ഇവളോട് കാര്യങ്ങൾ ചോദിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അങ്ങനെ ഞാൻ ചോദിക്കാൻ തീരുമാനിച്ചു. സൗമ്യ, ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയുമോ? അവൾ കൂളായിട്ട് ചിരിച്ചു പറഞ്ഞു. അതിനെന്താ അഞ്ജു, ഞാൻ നിന്നോട് എന്തേലും മറച്ചു വെച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ഉണ്ട്, നീ മറച്ചു വെച്ചിട്ടുണ്ട്. എന്ത്? ഞാൻ എന്താണ് നിന്റെ അടുത്തു നിന്നും മറച്ചു വെച്ചത്? അവൾ ആകാംക്ഷയോടെ എന്നോട് ചോദിച്ചു. നീയും എൻ്റെ അമ്മയും തമ്മിൽ എന്താണ് ബന്ധം? അങ്ങനെയൊരു ചോദ്യം എൻ്റെ അടുത്തു നിന്നും അവൾ തീരെ പ്രതീക്ഷിച്ചില്ല. അവളുടെ മുഖം താഴ്ന്നു, ചുണ്ടുകൾ വിറച്ചു. വിളറിയ മുഖവുമായി അവൾ പുറത്തേക്ക് നോക്കിയിരുന്നു. ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? അവളുടെ ഭാഗത്തു നിന്നും ഒരനക്കവുമില്ല. നീ കരുതുന്നുണ്ടാവും ഞാൻ എങ്ങനെ അറിഞ്ഞെന്നു. ഞാനൊരു ദിവസം നേരത്തെ വീട്ടിൽ വന്നപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ കണ്ടിരുന്നു. നീ ഇനി എന്തു നുണ പറഞ്ഞിട്ടും കാര്യമില്ല. എനിക്കറിയണം എന്തിനു അങ്ങനെ ചെയ്യുന്നുവെന്ന്. നീ അതിനു മറുപടി തന്നെ തീരൂ. അവളുടെ കണ്ണുകൾ നിറയുന്നത് ഞാൻ കണ്ടു. നീ കരയേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ. എനിക്കറിയണം ആരാണിതിനൊക്കെ കാരണം. നീയാണോ അതോ എൻ്റെ അമ്മയാണോ? അത് ഞാൻ നിന്നോട് മറച്ചുവെച്ച കാര്യമല്ല, നിന്നോട് പറയണമെന്ന് കരുതിയതാണ്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും നിന്നോട് പറയാൻ എനിക്കായില്ല അഞ്ജു. ഞാനായിട്ട് ഒന്നിനും പോയതല്ലെന്നൊരിക്കലും പറയാൻ കഴിയില്ല. എൻ്റെ ആഗ്രഹങ്ങൾ രാജി ആൻറ്റിയുടെ ആവശ്യമായി വന്നപ്പോൾ എല്ലാം സമ്മതിക്കേണ്ടി വന്നു. ഞാൻ എല്ലാം പറയാം അഞ്ജു. അവൾ തൻ്റെ കയ്യിലിരുന്ന കർച്ചീഫ് കൊണ്ട് അവൾ കണ്ണു തുടച്ചു. പതിയെ പുറകിലേക്ക് ചാഞ്ഞു. ഇതെല്ലാം നടന്നത് ഒരു ശനിയാഴ്ചയായിരുന്നു. നിനക്കറിയാമല്ലോ അഞ്ജു, ശനിയാഴ്ച ആരും വീട്ടിലുണ്ടാവില്ലാന്ന്. അങ്ങനെ ഒരു സമയത്താണ് ഞാൻ എൻ്റെ സ്വപ്നലോകത്തിലെ ജീവിതം ആസ്വദിക്കുന്ന സമയം. അന്നും ഞാൻ പതിവ് പോലെ അച്ഛൻ്റെ റൂമിൽ നിന്നും ഒരു ഗ്ലാസ്സിൽ കുറച്ച് മദ്യമെടുത്ത് കഴിച്ചു.
അച്ഛൻ്റെ സിഗരറ്റ് കത്തിച്ച് ചുണ്ടിൽ വെച്ച് ഞാനെൻ്റെ ലോകം ആസ്വദിക്കുമായിരുന്നു. മദ്യം തലയ്ക്ക് പിടിച്ചപ്പോൾ മനസ്സിൽ തോന്നിയ വിചാരമായിരുന്നു സെക്സ് മൂവി കാണുക എന്നത്. അതിനായി ഞാനെൻ്റെ റൂമിൽ കയറി വാതിലടച്ചു. എൻ്റെ കമ്പ്യൂട്ടറിൽ ഓൺലൈൻ വീഡിയോ കണ്ടുകൊണ്ട് ഞാൻ എൻ്റെ വിചാരങ്ങൾക്ക് അവധി നൽകി. തീർത്തും എൻജോയ് ചെയ്യുമായിരുന്നു. അറിയാതെ എൻ്റെ മനസ്സ് സ്വയംഭോഗം ചെയ്യുവാൻ തയ്യാറെടുത്തു. ചെയ്യുന്ന സമയത്ത് ഞാൻ അറിഞ്ഞില്ല രാജി ആൻറ്റി ഇതെല്ലാം ചാരിയിട്ടിരുന്ന ജനലിൻ്റെ ഇടയിലൂടെ കാണുമായിരുന്നുവെന്ന്. ഞാൻ സുഖിച്ചു കഴിഞ്ഞു. ഫ്രഷായി വന്നപ്പോൾ ആൻറ്റി വന്നു എന്നെ വിളിച്ചു. ആൻറ്റി വന്നു എന്നോട് ഫ്രീ ആയിട്ട് ഈ കാര്യത്തെപ്പറ്റി ചോദിച്ചു. ശരിക്കും ഞാൻ ഞെട്ടിയിരിക്കുമായിരുന്നു. ആൻറ്റി അതെല്ലാം കുഴപ്പമില്ല, ആരോടും പറയില്ല എന്നും പറഞ്ഞു എന്നെ സമാധാനിപ്പിച്ചു. ആ സമാധാനിപ്പിക്കൽ രീതി മാറുന്നത് ഞാൻ അറിയുന്നുണ്ടായിരുന്നു. ആൻറ്റി എൻ്റെ മുല ഉടയ്ക്കാൻ തുടങ്ങി. ഞാൻ വിട് എന്ന് പറഞ്ഞിട്ടും അഞ്ജുവിൻ്റെ അമ്മ എന്നെ വിട്ടില്ല. എന്നെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുമായിരുന്നു അന്നത്തെ ദിവസം. അന്നു മുതൽ ഞാൻ അഞ്ജുവിൻ്റെ അമ്മയ്ക്ക് വേണ്ടി ചെയ്തു കൊടുക്കലാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ആരോടെങ്കിലും എൻ്റെ കാര്യങ്ങൾ പറയുമോ എന്നൊരു പേടി മനസ്സിലുണ്ട് അഞ്ജു.